ഹായ്. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ടൈം കിട്ടിയില്ല. ഇപ്പോൾ ടൈം കിട്ടി. ശരി, ആരെങ്കിലും ബാങ്കിങ് ഫീൽഡിൽ ആരെങ്കിലും എക്സാം ഇല്ലാതെ കയറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കയറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഓപ്ഷൻ നമുക്ക് കേരളത്തിലുണ്ട്. വെൽ പെയ്ഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്. ഫോർ എക്സാമ്പിൾ ICICI, HDFC, ആക്സിസ് ബാങ്ക്, ഇസാഫ്, ബന്ധൻ ബാങ്ക്, സോ ഓൺ. അങ്ങനെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ബാങ്ക്സ് ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ICICI എങ്ങനെ കയറണമെങ്കിൽ 2-3-4 രീതി കയറാൻ പറ്റും. ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ SO ആയിട്ട് കയറാൻ പറ്റും, സെയിൽസ് ഓഫീസർ. അത് ലോവർ ലെവലാണ്. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, നേരെ ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ പോവുക, അവിടെ മാനേജറെ കാണുക. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ കയറാം. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ റീജിയണൽ ഹെഡിൻ്റെ നമ്പർ മേടിക്കുക, അന്നേരം വിളിക്കുക. ആ റീജിയനിൽ എവിടെയെങ്കിലും അന്നേരം വേക്കൻസി ഉണ്ടെങ്കിൽ പുള്ളി സജസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് റിലേഷൻഷിപ്പ് മാനേജർ സെയിം ആണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെയിം ഈ ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. മാനേജറെ മീറ്റ് ചെയ്യാം, റീജിയണൽ ഹെഡിൻ്റെ നമ്പർ മേടിക്കാം, അങ്ങനെ നോക്കാം. വേറെ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗക്രി, ലിങ്ക്ഡിൻ, ഈ സൈറ്റുകളിലൊക്കെ ഇതിൻ്റെ വേക്കൻസീസ് വരും. ഈ വേക്കൻസീസ് വരുമ്പോഴത്തേക്കിന് അങ്ങനെ കയറി അപ്ലൈ ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ അടുത്ത് ലൊക്കേഷനിലൊന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ മാറിയായിരിക്കും. എറണാകുളം, തിരുവനന്തപുരം മെയിൻ ലൊക്കേഷനിലുള്ള പ്രൈം ലൊക്കേഷനിലായിരിക്കും മിക്കവാറും ഇവർ പോസ്റ്റ് ചെയ്യാറ്. സോ അങ്ങനൊരു വഴി. പിന്നെ പ്രൊബേഷണറി ഓഫീസർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പക്ഷേ എക്സാം ഉണ്ട്, ചെറിയ എക്സാമാണ്. അതൊന്ന് എഴുതി പാസ്സായി കഴിഞ്ഞാൽ 1 ഇയർ അവരുടെ ഒരു കോഴ്സുണ്ട്. മണിപ്പാൽ പോയി പഠിച്ച് 1 വർഷം കഴിയുമ്പോഴത്തേക്കിന് അവർ ഡയറക്റ്റ് ഡെപ്യൂട്ടി മാനേജർ ബാൻഡ് 1 ഗ്രേഡിലേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യും. അതായത് SO ഉണ്ട്, SOയുടെ വേണ്ടയ്ക്ക് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 1 ഉണ്ട്, അത് 2 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡെപ്യൂട്ടി മാനേജർ ഗ്രേഡ് വരുന്നത്. സോ 2-3-4 പോസ്റ്റ് ജമ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അന്നേരം കയറാൻ പറ്റും. അതൊരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ ഈ സെയിം ഫീൽഡിൽ തന്നെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് തന്നെ ബാക്കിയുള്ള ബാങ്ക്സിൽ നമുക്ക് കയറാൻ പറ്റും. പിന്നെ നല്ല പ്രഷറും നല്ല ടെൻഷനും ഉള്ള ഒരു ജോലിയാണ്. എളുപ്പമാണെന്ന് പറഞ്ഞാൽ ആരും കയറില്ല. പിന്നെ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ട്, ഒരു ജോലിയിലൊരു ഇതൊക്കെ ഉണ്ട്, ഓക്കെയാണ്. പിന്നെ 9:30 കയറി 6 മണിക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചും കയറരുത്. ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ മാനേജർ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും പ്രഷറും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്നത്. നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വെൽ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ് കേട്ടോ. അതായത് തുടക്കം സാലറി ചിലപ്പോൾ കുറവായിരിക്കും. ഫ്രഷായിട്ട് കയറുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 20,000 അറൗണ്ട് സാലറി ചിലപ്പോൾ കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു വർഷം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം തൊട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ, അതായത് ഒരു ആപ്റ്റായിട്ട് പീരീഡ് പറയുകയാണെങ്കിൽ മാർച്ച് തൊട്ട് ഏപ്രിൽ, ആ ടൈം പീരീഡിൽ നമുക്ക് ബോണസും സാലറി ഹൈക്കും ഒക്കെ കിട്ടുന്ന ടൈമാണ്. അത് കിട്ടിക്കഴിഞ്ഞ് ആ സാലറി ഹൈക്കിൻ്റെ ബേസിൽ നമ്മൾ അടുത്തൊരു ബാങ്ക് കയറുവാണെങ്കിൽ മിനിമം ഒരു 30% മണ്ടയ്ക്ക് നമ്മളൊരു ഹൈക്ക് മേടിച്ച് വേണം കയറുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ 2-3 ബാങ്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു സാലറിയിൽ എത്തിപ്പെടാൻ പറ്റും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ വെൽ പെയ്ഡ് ആയിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റിയൊരു ഫീൽഡാണ് ബാങ്കിങ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ സോ ബൈ. കുറേ നാളായിട്ട് വിചാരിച്ചത് ഇത് ചെയ്യണമെന്ന്.